അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ വിദ്യാർത്ഥികളെ, സമസ്ത മദ്രസ പൊതുപരീക്ഷയിൽ 2026 നടക്കാൻ പോകുന്ന 10ാം തരത്തിലെ തഫ്സീറിലെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിനെ കുറിച്ചാണ് പറയുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സെക്ഷൻ 1, സിൽ ബിമാ യുനാസിബു. ബ്രാക്കറ്റിൽ നിന്ന് ശരിയായത് എടുത്തെഴുതുക. ബ്രാക്കറ്റിൽ ഫക്കീർ ദമുൻ ഖലീലുൻ മാഇലീന ഇലൽ ഖൈരി ഹയ്യജിന അസ്സുബുഹു. അതിൽ 5 ചോദ്യങ്ങളാണ്. ഒന്നാമത്തത് അൽ ഫലക്ക്. ഫലക്ക് എന്ന് പറഞ്ഞാൽ അസ്സുബുഹു. 2 ആയിലുൻ ഫക്കീറുൻ. 3 അസർന ഹയ്യജിന. 4 അലക ദമുൻ ഖലീലുൻ. 5 ഹുനഫാ മാഇലീന ഇലൽ ഖൈരി. സെക്ഷൻ 2, സിലി തഫാസീറ ഇല ആയാതിഹ. തഫ്സീറിനെ ആയത്തിലേക്ക് മാച്ച് ചെയ്യാനാണ് പറയുന്നത്. ബ്രാക്കറ്റിൽ ഇലാ വക്തി തുലൂഇഹി ഇജ്തഹിദ് ഫിദ്ദുആഇ സലില്ലാഹൽ ഗുഫ്രാന യൻസരിഫുന്നാസു ഹുമുൽ യഹൂദു. അതിൽ 5 ചോദ്യങ്ങളാണ്. 1 യസ്ദുറുന്നാസു എന്ന് പറഞ്ഞാൽ യൻസരിഫുന്നാസു. 2 ഹത്താ മത്ലഇൽ ഫജ്ർ ഇലാ വക്തി തുലൂഇഹി. 3 ഫൻസബുദ് ഇജ്തഹിദ് ഫിദ്ദുആഇ. 4 മഗ്ളൂബിൻ അലൈഹിം ഹുമുൽ യഹൂദു. 5 വസ്തഗ്ഫിറുഹു സലില്ലാഹൽ ഗുഫ്രാന. ഇനി സെക്ഷൻ 3, ഉക്തുബുൽ മഅനാ ബിൽ അറബിയ്യത്തി. അറബിയിൽ തന്നെ ഇതിൻ്റെ അർത്ഥം എഴുതുക. അറബി മലയാളത്തിലല്ല, അറബിയിൽ തന്നെ എഴുതാനാണ് പറയുന്നത്. ഒന്നാമത്തെ അഊദു അതഹസ്സനു, ഞാൻ കാവൽ ചോദിക്കുന്നു. 2 തബ്ബ എന്ന് പറഞ്ഞാൽ ഖസിറ. അതിൻ്റെ അറബിയിലുള്ള മഅന ഖസിറ എന്നാണ്. തബ്ബ ഖസിറ, പരാജയപ്പെട്ടു. ലയുംബദന്ന ലയുത്രഹന്ന. ഇൻഹർ ഇദ്ബഹ്. ഇഹിനുൻ സൂഫുൻ. മംനൂനുൻ മക്ദൂൻ. ഇനി സെക്ഷൻ 4, ഈതി ബിൽ ആയാതി ലി തഫാസീരിൽ ആതിയത്തി. താഴെ പറയുന്ന തഫ്സീറിലേക്ക് ആയത്തിനെ മേച്ച് ചെയ്യുക. തഫ്സീർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ആയത്താണ് അവിടെ എഴുതാൻ പറയുന്നത്. ഒന്നാമത്തത് അല്ലദീ ലാ യുസാവീഹി കരീമുൻ. അല്ലദീ ലാ യുസാവീഹി കരീമുൻ. അള്ളാഹുവിൻ്റെ ഔദാര്യത്തെ നമുക്ക് കണക്കാക്കാൻ പറ്റുകയില്ല എന്നാണ് മലയാളത്തിൻ്റെ അർത്ഥം. അതിൻ്റെ തഫ്സീറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ആയത്ത് കൊടുക്കുമ്പോൾ വറബ്ബുക്കൽ അക്രം എന്നാണ് ആയത്ത്. 2 മിനൽ അഅദായി ബിജഹ്ലിഹിം ജീറാന ബൈത്തില്ലാഹി. അതിൻ്റെ ആയത്ത് ഇവിടെ തഫ്സീറാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ആയത്ത് വാമനഹും മിൻ ഖൗഫ്. 3 വലി ജസാഉ അഅമാലി മിൻ തൗഹീദിൻ വ ഇഖ്ലാസിൻ. എനിക്ക് എൻ്റെ പ്രതിഫലം, നിങ്ങൾക്ക് നിൻ്റെ പ്രതിഫലം. ലക്കും ദീനുക്കും വലിയ ദീൻ എന്ന് പറഞ്ഞ ആ ആയത്താണ്. ഇവിടെ വലിയ ദീൻ എന്നാണ് ഈ തഫ്സീറിൻ്റെ ആയത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി സെക്ഷൻ 5, അജിബ്, ഉത്തരമെഴുതുക. ഒന്നാമത്തത് ജയ്ഷു അബ്രഹത്ത കംഹിയ അൽ ഫീലത്തു കംഹിയ. അബ്രഹത്തിൻ്റെ സൈന്യം എത്രയായിരുന്നു, ആന എത്രയായിരുന്നു എന്നാണ് ചോദ്യം. അതിൻ്റെ ആൻസർ സിത്തീന അൽഫൻ. പിന്നെ സമാനിയത്ത, ആനയുടെ കണക്കാണ് സമാനിയത്ത് പറയുന്നത്. അബ്രഹത്തിൻ്റെ സൈന്യമാണ് സിത്തീന അൽഫൻ. ഇനി രണ്ടാമത്തത് കല്ലാ സൗഫ തഅലമൂൻ മതാ ഹാദൽ ഇൽമു. ശേഷം നിങ്ങൾ അറിയും എന്നുള്ള ആയത്തിൻ്റെ ആ തഫ്സീറിൻ്റെ ആൻസറാണ് എഴുതാൻ പറയുന്നത്. സുമ്മ കല്ലാ സൗഫ തഅലമൂൻ മതാ ഹാദൽ ഇൽമു. ഈ അറിവ് എപ്പോഴാണ് മനുഷ്യന് ലഭിക്കുക എന്നാണ് ചോദ്യം. അതിൻ്റെ ആൻസർ ഇൻദൽ മൗത്തി, മരിക്കുന്ന സമയത്തും, ഫിൽ ഖബരി, ഖബറിൽ വെച്ചുമാണ് അറിയുക. 3 ഹമ്മാലത്തൽ ഹതബി ഉഖ്തു മൻ. വിറക് ചുവക്കുന്നവൾ എന്നുള്ള ആ ആയത്തില്ലേ, അത് ആരുടെ സഹോദരിയാണ്? വമാ ഇസ്മുഹ, അവരുടെ പേരെന്തായിരുന്നു? അതിൻ്റെ ആൻസർ ഉഖ്തു അബി സുഫിയാൻ ബിൻ ഹർബ്. അബൂ സുഫിയാൻ ബിൻ ഹർബിൻ്റെ സഹോദരിയായിരുന്നു. അവളുടെ പേര് ഉമ്മു ജമീൽ എന്നായിരുന്നു. 4 മാതാ കാലാൻ സൂറത്ത് ഇഖ്ലാസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഖ്ലാസ് സൂറത്തിനെ കുറിച്ച് എന്താണ് പറഞ്ഞത്? അതിൻ്റെ ആൻസർ
ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുൽ ഹുവല്ലാഹു അഹദ് തഅദിലു സുലുസുൽ ഖുർആനി. ഖുൽ ഹുവല്ലാഹു എന്നുള്ള ആ സൂറത്ത് ഖുർആനിൻ്റെ 1/3 മതിയായതാണ്. 5 വർഫഅനാ ലക ദിക്റക ബിമ. അള്ളാഹുവെ നബിയെ അങ്ങയുടെ പേരിനെ നാം ഉയർത്തിയിരിക്കുന്നു, പദവിയെ ഉയർത്തിയിരിക്കുന്നു എന്നുള്ള അത് എന്തുകൊണ്ടാണ് പദവി ഉയർത്തിയത് എന്നാണ് ചോദ്യം. അതിൻ്റെ ആൻസർ ബിഅൻ തുസ്കറ മഅ ദിക്രി ഫിൽ അദാനി വൽ ഇഖാമത്തി വതശഹുദി വൽ ഖുതുബത്തി. ബാങ്കിൽ അള്ളാഹുവിൻ്റെ പേരിനൊപ്പം തന്നെ നബിയുടെ പേര് പറയുന്നുണ്ട്. അതേപോലെ ഇഖാമത്തിൽ പറയുന്നുണ്ട്. അത്തഹിയ്യാത്ത് ഓതുമ്പോൾ നബിയുടെ പേര് പറയുന്നുണ്ട്. ഖുതുബയിൽ നബിയുടെ പേര് പറയുന്നുണ്ട്. അങ്ങനെയാണ് ആ നബി അങ്ങയുടെ പേരിന് ഞാൻ ഉയർത്തിയത് എന്നുള്ള എൻ്റെ ആൻസർ വരുന്നത്. ഇനി സെക്ഷൻ 6 ഫസ്സിർ ബിൽ അറബിയത്തി. അറബിയിൽ തഫ്സീർ പറയുക. ലനസ്ഫഅം ബിൻ നാസിയ എന്നുള്ളതിൻ്റെ അറബി തഫ്സീറാണ് പറയുന്നത്. ലനജ്രിയൻ ലനഹ്ബിറന്നഹു ബിനാസിയതി ഇലന്നാർ. 2 യൗമൈദിൻ യസ്തുറുന്നാസു യൻസരിഫുന്നാസു മിൻ മൗഖിഇൽ ഹിസാബി. 3 ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം അർഷിദിന ഇല തരീഖിൽ മുസ്തഖീം. ഇനി സെക്ഷൻ 7 ബയ്യൻ വ്യക്തമാക്കുക. അൽക്കാരിയ എന്താണ് എന്ന് വ്യക്തമാക്കുക. ഇതിൻ്റെ ആൻസർ അൽ ഖിയാമത്തു സുമ്മിയത്തു ബിദാലിക ലിയന്നാ തഖറഉൽ ഖുലൂബു ബിൽ ഫസഇ വശദായിദി. അൽക്കാരിയ എന്ന് പറഞ്ഞാൽ അന്ത്യദിനമാണ്. അതിനെങ്ങനെ പേര് പറയാനുള്ള കാരണം ആ സമയത്ത് മനുഷ്യൻ്റെ ഹൃദയമെല്ലാം ഭയം കൊണ്ട് നിറഞ്ഞതായിരിക്കും. അതുകൊണ്ടാണ് അൽക്കാരിയ എന്ന് പറഞ്ഞത്. 2 ഇൽമുൽ യഖീൻ എന്ന് പറഞ്ഞാൽ എന്താകുന്നു? ഇദ്റാഖു ശൈഇൻ മിൻ ഗൈരി മുശാഹദത്തിൻ. 3 ഫായിദത്തു അക്ലി സമരിത്തീൻ. അതിൻ്റെ ആൻസർ തുകല്ലിലുൽ ബൽഗം വതുതഹിറുൽ കില്യതൈനി വതുസീദു മാഫിൽ മസാനിയത്തി മിനർ റംലി വതഖ്തഉൽ ബവാസീറ. ഇനി സെക്ഷൻ 8 തർജിം പരിഭാഷപ്പെടുത്തുക. 1 അല്ലാഹുമ്മ ഗ്ഫിർ ലികുല്ലി മൻ ഖാല ആമീൻ. അല്ലാഹുവേ ആമീൻ പറയുന്നവർക്കെല്ലാം നീ പുറത്തു കൊടുക്കണമേ. 2 വയംനഊനൽ മാഊൻ. പരോപകാര വസ്തുക്കൾ തടഞ്ഞു വെക്കുന്നവരാണവർ. 3 ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ. അപ്പോൾ അവർ ചവച്ചരച്ച വൈക്കോൽ പോലെയാക്കി. ഇത്രയും കാര്യങ്ങളാണ് 10ാം തരത്തിലെ തഫ്സീറിൽ നിന്ന് പൊതുപരീക്ഷയിലേക്ക് മോഡൽ ക്വസ്റ്റ്യനായി വന്നിട്ടുള്ളത്. വിദ്യാർത്ഥികൾ പാഠഭാഗങ്ങൾ നന്നായി അതിൻ്റെ ആൻസറൊക്കെ മനസ്സിലാക്കി വെക്കുക. ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കുക, പരീക്ഷയ്ക്ക് തയ്യാറാവുക. അള്ളാഹു പരീക്ഷയിൽ ഉന്നത വിജയം നൽകട്ടെ. ആമീൻ.